പാലക്കാട് ചിറ്റൂരിൽ ഇരട്ട സഹോദരങ്ങളെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറ്റൂർ സ്വദേശി കാശി വിശ്വനാഥന്റെ മക്കളായ രാമനും ലക്ഷ്മണനുമാണ് മരിച്ചത്. ഇന്നലെയാണ് ഇരുവരെയും കാണാതാകുന്നത്. സാജിദ് അജ്മൽ പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ്, ഇത് എപ്പോഴായിരുന്നു ഈ അപകടം? കുളിക്കാനിറങ്ങിയതായിരുന്നോ? എപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്? അമൃത, ചിറ്റൂർ സ്വദേശി കാശി വിശ്വനാഥന്റെ മക്കളായ രാമൻ, ലക്ഷ്മണൻ എന്നീ ഇരട്ട കുട്ടികളാണ് ഈ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരം 6 മണിവരെ കുട്ടികൾ വീട്ടിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ കുളത്തിലേക്ക് പോയിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് നീന്താൻ അറിയില്ല, അതുകൊണ്ട് തന്നെ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയതാവാനുള്ള സാധ്യത വളരെ കുറവാണ്. മീൻ പിടിക്കാൻ ഇടയ്ക്ക് കുട്ടികൾ പല സ്ഥലത്തേക്കും പോകാറുണ്ട്. അങ്ങനെ മീൻ പിടിക്കാൻ പോയ സമയത്ത് അപകടം സംഭവിച്ചതായിരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ആദ്യം ഈ ലക്ഷ്മണൻ എന്ന കുട്ടിയുടെ മൃതദേഹമാണ് ലഭിച്ചത്. പിന്നീട് ഈ വിപുലമായ തിരച്ചിൽ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും നടത്തിയതോടുകൂടിയാണ് കുളത്തിനടിയിൽ നിന്നും ഈ രാമൻ എന്ന കുട്ടിയുടെ മൃതദേഹം ലഭിച്ചത്. ഈ ചിറ്റൂർ ബോയ്സ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും. 14 വയസ്സുള്ള കുട്ടികളാണ്. ഈ ചിറ്റൂരിലെ ശിവൻ കോവിൽ കുളത്തിൽ, ശിവക്ഷേത്രത്തിന്റെ കുളത്തിലാണ്, വലിയ കുളമാണ്, ഈ കുളത്തിലാണ് ഈ കുട്ടികളുടെ മൃതദേഹം ലഭിച്ചത്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തും. മൃതദേഹം ഇപ്പോൾ എവിടെയാണ് ഉള്ളത് സാജിദ്? ഈ ലക്ഷ്മൺ എന്ന കുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാമൻ എന്ന കുട്ടിയുടെ മൃതദേഹം അല്പസമയം മുൻപാണ് ലഭിച്ചത്. അതും ആംബുലൻസിലേക്ക് കയറ്റി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കും. ഇതിപ്പോൾ ഇന്നലെയാണ് കുട്ടികളെ കാണാതായത് എന്നാണല്ലോ സാജിദ് പറയുന്നത്. അപ്പോൾ തന്നെ തെരച്ചിലൊക്കെ നടത്തിയിരുന്നില്ലേ? ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് കുട്ടികൾ വീട്ടിൽ നിന്ന് പോകുന്നത്. ഇതിൽ ഇവരുടെ വീടിന് തൊട്ടടുത്ത് ഒരു ക്ഷേത്രത്തിൽ ഈ വിളക്ക് വെച്ചു. ഇതിൽ ഒരു കുട്ടി വിളക്ക് വെച്ച്, ഇരട്ട കുട്ടികളാണ്. അതിനുശേഷം ഇലക്ട്രിക് സ്കൂട്ടർ എടുത്താണ് ഈ ശിവക്ഷേത്രത്തിന്റെ കുളത്തിലേക്ക് പോകുന്നത്. ഈ രാത്രി ഏറെ വൈകിയും കാണാതായതോടുകൂടി ഈ തിരച്ചിൽ നടത്തിയിരുന്നു. ഈ പോലീസിൽ പരാതി നൽകുകയും ആളുകൾ വ്യാപകമായ തിരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഈ കുളത്തിൽ ഈ ലക്ഷ്മണൻ എന്ന കുട്ടിയെ ആദ്യം മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് ഈ രാമൻ എന്ന കുട്ടിക്ക് വേണ്ടി വിപുലമായ തിരച്ചിൽ നടത്തുകയും കുളത്തിനടിയിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തുകയുമാണ് ചെയ്തത്. ഇന്നലെ അപ്പോൾ ഈ കുളത്തിന്റെ പരിസരത്തൊന്നും തെരച്ചിലുണ്ടായിരുന്നില്ലേ സാജിദ്? ഇന്നലെ ഈ കുളത്തിന്റെ പരിസരത്ത് അങ്ങനെ വിപുലമായ ഒരു തിരച്ചിൽ നടത്തിയിട്ടില്ല. കാരണം ഈ കുട്ടികൾ ഇവിടെ കുളിക്കാനും മറ്റും അങ്ങനെ സാധാരണയായി വരുന്ന ഒരു സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നീന്താൻ അറിയില്ല. അതുകൊണ്ട് കുട്ടികൾ ഈ കുളിക്കാൻ ഇറങ്ങുമെന്ന ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ സംശയിക്കുന്നത് മീൻ പിടിക്കാൻ വേണ്ടി ഈ ചൂണ്ടലുമായി വന്ന് അപകടത്തിൽ പെട്ടു എന്നുള്ളതാണ്. അതിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം പോലീസിന് ഉണ്ടായിട്ടില്ല. അതാണ് ഇനിയിപ്പോൾ മുങ്ങിമരണം തന്നെയാണോ എന്നൊക്കെ അറിയാൻ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടക്കേണ്ടതുണ്ട്, റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അതൊക്കെ എപ്പോഴായിരിക്കും? ഈ പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. ഈ പോസ്റ്റ്മോർട്ട നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കും. അതിനു വേണ്ട സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ള ആളുകൾ ആശുപത്രിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരി. പ്രദേശവാസിയായ ബാബു എന്ന വ്യക്തി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ബാബു, ഇതിപ്പോൾ ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു വ്യക്തതയുണ്ടോ? ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ 2 കുട്ടികള് അവര് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ട് പുറത്തേക്ക് പോകുന്നത്. പറഞ്ഞോളൂ. അച്ഛൻ ഒരു തട്ടുകട നടത്തുന്ന ഒരാളാണ്. അപ്പൊ അച്ഛൻ വീടെത്തുമ്പോഴാണ് കുട്ടികളെ കാണുന്നില്ല എന്ന് വിവരം അറിയുന്നതും. രാത്രിക്ക് തെരച്ചിൽ നടത്തി കണ്ടുകിട്ടിയില്ല. വീടിന്റെ അവിടുന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു ശിവക്ഷേത്രത്തിനടുത്തുള്ള കുളത്തില് ഇന്ന് രാവിലെ ഒരു 8 മണിയോടുകൂടി ആ കുളത്തിന് പരിസരത്തുള്ള ഒരു വീട്ടിലെ അടുക്കള ജോലി ചെയ്യുന്ന സ്ത്രീയാണ് ആദ്യം ഒരു കുട്ടിയുടെ ബോഡി കാണുന്നത്. അപ്പോൾ ആ വിവരം നാട്ടുകാർ അറിയിച്ചും തുടർന്ന് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി 2 മണിക്കൂറിലധികം നടത്തിയ തെരച്ചിലില് ആ ബോഡിക്ക് കണ്ടുകിട്ടിയതിന്റെ തൊട്ടടുത്ത് തന്നെയായി മറ്റൊരു കുട്ടിയുടെയും ബോഡി കണ്ടെടുത്തു. ഇത് കുട്ടികൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കുളത്തിലേക്കൊക്കെ പോകാറുള്ളതാണോ? അറിയാമോ? അല്ല, സ്ഥിരമായിട്ട് അങ്ങനെ പോകുന്ന കുട്ടികളൊന്നുമല്ല. കാരണം അവർ കുട്ടികൾക്ക് നീന്തൽ വശമില്ല. കാരണം അവർ പഠിച്ച സ്കൂളില് കുട്ടികളൊക്കെ നീന്തൽ പരിശീലിപ്പിക്കുന്ന ഒരു കുളം കൂടിയാണിത്. കാരണം ചിറ്റൂർ കാവിനടുത്തുള്ള ശിവക്ഷേത്രമുണ്ട്. ശിവക്ഷേത്രത്തിനടുത്തുള്ള ലങ്കേശ്വരം കുളത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പൊ കൂടുതൽ വിവരം ലഭ്യമല്ല. കാരണം കുട്ടികൾ കണ്ടെത്താൻ കുട്ടികൾക്ക് നീന്തൽ വശമില്ല.
ഇതിപ്പോ ഇന്നലെയാണ് കുട്ടികളെ കാണാതായതെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഈ കുളത്തിന്റെ പരിസരത്തൊക്കെ ഇന്നലെ തന്നെ തെരഞ്ഞിട്ടുണ്ടായിരുന്നോ? അല്ല, ഇവര് പരിസരങ്ങളിലൊക്കെ തെരഞ്ഞായിരുന്നു. പക്ഷെ കുളത്തിന്റെ അടുത്തുനിന്ന് അങ്ങനെ ഇത് കുറച്ച് മാറിയിട്ട്, കാരണം ഫസ്റ്റ് അവരുടെ വീട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ നിന്ന് കുറച്ച് മാറി ഇപ്പുറത്തുള്ള റോഡിലൂടെയാണ്. കാരണം കുളത്തിൽ സാധാരണ കുടിക്കാൻ പറ്റുന്ന കടവിന്റെ അപ്പുറത്തൊരു വേറെ കടവുണ്ട്. ആ കടവിന്റെ അടുത്താണ് ഒരു വാഹനം നിർത്തിയിരിക്കുന്നത്. ആ വാഹനം നിർത്തിയതിന്റെ തൊട്ടടുത്തുള്ള വീട്ടില് ജോലി ചെയ്യുന്ന സ്ത്രീയാണ് ആദ്യമായിട്ട് ഒരു കുട്ടിയുടെ ബോഡി പൊന്തി നിൽക്കുന്ന കാലത്ത് കാണുന്നത്. അങ്ങനെയാണ് പിന്നെ നാട്ടുകാർ വിവരം. അപ്പൊ ഇന്നലെ മറ്റേ ഈ കുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ മുതൽ തന്നെ വ്യാപകമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇട്ടിരുന്നു. അപ്പോൾ അത് ഇവരായിരിക്കുമ്പോൾ പിന്നെ സ്ഥിരീകരിച്ച് അങ്ങനെയാണ് വീട്ടുകാർ ഇവിടെ എത്തുന്നത്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ബാബു പ്രതികരിച്ചതിന്. പ്രദേശവാസിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്.